SSLC വിദ്യാർത്ഥികൾക്ക് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ സെപ്റ്റംബർ 14 മുതൽ സെപ്റ്റംബർ 20 വരെ 6 ദിവസത്തിനുള്ളിലായിട്ട് നിങ്ങളുടെ പാരൻസ് മീറ്റിംഗ് നടക്കാൻ വേണ്ടി പോവുകയാണ്. രക്ഷിതാക്കൾ ഒരല്പം കടുപ്പിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളും രക്ഷിതാവും തമ്മിലുള്ള ഒരു ബോണ്ട് ബ്രേക്ക് ആവാനുള്ളൊരു സാധ്യത ഞാൻ മുന്നിൽ കാണുന്നുണ്ട്. ഒറ്റ കാര്യമുള്ളൂ, വിദ്യാർത്ഥിക്ക് പറയാനുള്ളത് രക്ഷിതാവ് കേൾക്കുന്നില്ല. രക്ഷിതാവ് ഇപ്പോഴും മറ്റൊരു സിസ്റ്റത്തിനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് നിൽക്കുന്നതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാവെ, കാലം മാറിയിട്ടുണ്ട്. മാത്രമല്ല, ഓണപ്പരീക്ഷയ്ക്ക് ശേഷം പരീക്ഷാ പേപ്പറിൻ്റെ ചോദ്യപേപ്പറിൻ്റെ പാറ്റേണുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം ഒരു ടിപ്പിക്കൽ മാറ്റമല്ല. കുട്ടികളൊക്കെ ഒരു ഇന്നോവേറ്റീവായിട്ട് ആൻസർ എഴുതേണ്ട രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പണ്ടത്തെ പോലെ ഒരു രാത്രി 2 മണിക്കൂറും രാവിലെ 2 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിച്ചാൽ നേടിയെടുക്കാൻ പറ്റുന്നതാണല്ലോ A+ എന്നൊരു സ്വപ്നം നിങ്ങൾ മാറ്റിയേ പറ്റുള്ളൂ. അതും ഇനി നടക്കില്ല. മണിക്കൂറുകളോളം പഠിച്ചിട്ടും കാര്യമില്ല. ഇനി കൃത്യമായ പ്ലാനിങ് ഇല്ലാതെ ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം കുട്ടി ഡെവലപ്പ് ചെയ്യാതെ ഒരിക്കലും ക്രിസ്മസ് പരീക്ഷയ്ക്ക് പോലും കുട്ടിക്ക് 30% മാർക്ക് നേടാൻ പോലും കഴിയില്ല. അതായത് 40-ൽ ഒരു 12 മാർക്ക് പോലും നേടാൻ നിങ്ങളുടെ കുട്ടിക്ക് കഴിയില്ല. ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങൾ ഉറപ്പിച്ചോളി. അതിന് ചെയ്യേണ്ടത് വെൽ സ്ട്രക്ചേർഡ് സിസ്റ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ സിസ്റ്റം എനിക്ക് തരാൻ പറ്റും. കാരണം ആസ് ആൻ എക്സ്പീരിയൻസ്ഡ് ടീച്ചർ, ഈ എഡ്യൂടെക്കിൽ 8 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇതിൽ കുട്ടികളെ ഡയറക്റ്റ് അറിയുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങളോടൊരു സിസ്റ്റം പറഞ്ഞു തരാൻ പറ്റും. ആ സിസ്റ്റം രക്ഷിതാവ് കൃത്യമായി കേൾക്കുക, എന്നിട്ട് കുട്ടികളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക. അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഒരു 40 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ കുട്ടി നല്ല പഠിക്കുന്ന ഒരു കുട്ടിയായിട്ട് മാറും. ടീച്ചേഴ്സ് തന്നെ പറയും, ഇവന് നല്ല മാറ്റം വന്നിട്ടുണ്ട്, ഇവൾക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേക്ക് തന്നെ ആൻസർ പെട്ടെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ നിങ്ങളുടെ കുട്ടിയുടെ ഒരു ഔട്ട് ലൈന് ഞാൻ മാറ്റിത്തരാം. അതിനെന്ത് ചെയ്യണം? ആ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സിസ്റ്റം എന്താണ് എന്നും അതെങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണമെന്നും നിങ്ങൾ അറിയണം. നിങ്ങളൊരു ഷോപ്പിൽ ചെന്നിട്ട് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങുകയാണ്. എന്തിനാണത്? ഡ്രസ്സിലുള്ള കറകളൊക്കെ ഒന്ന് അലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ വാഷിംഗ് മെഷീൻ ഓട്ടോമാറ്റിക്കാണ്. അത് പല സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടി വരും. അതറിയാത്ത ഒരാൾക്ക് അത് അവിടെ കൊണ്ടുപോയി വെക്കുക, അല്ലെങ്കിൽ അത് വീട്ടിൽ കൊണ്ടുപോയി ഒന്ന് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് വർക്ക് ആയിക്കോളും എന്ന ചിന്തയാണെങ്കിൽ ഇപ്പോൾ അതല്ല. ഓരോന്നിനും പാർട്ടീഷൻ ചെയ്ത് ഓരോരോ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓരോ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്വിച്ചുകൾ എന്തിലുണ്ട്? വാഷിംഗ് മെഷീനിലുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് കൊണ്ടുപോയിട്ടാൽ മാത്രം പോരാ, ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മാത്രമല്ല, എൻ്റെ ഉമ്മയൊക്കെ 3-4 ദിവസം കൂടുമ്പോൾ വാഷിംഗ് മെഷീനിൽ ഒരു ചെറിയൊരു സർവീസ് നടത്താറുണ്ട്. എങ്ങനെ? വീട്ടിൽ ഒരാൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നൊരു സർവീസ് ഉണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ അതിനൊരു കംപ്ലൈൻറ്റും ഉണ്ടാകില്ല. പക്ഷേ ഇപ്പോൾ ഉള്ള ഈ ഒരു സിസ്റ്റം, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മാറിയത് ആർക്കറിയാം? കുട്ടിക്കറിയാം. പക്ഷേ അതെങ്ങനെ ഉപയോഗിക്കണമെന്നും ഇത് പറഞ്ഞു തരാൻ പറ്റിയ ആരെങ്കിലും ചുറ്റുപാടിൽ ഉണ്ടോ എന്നുള്ളതും കുട്ടി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റും. പക്ഷെ ഒരു യൂട്യൂബിലൂടെ പറയുന്നതിൽ ഒരുപാട് ലിമിറ്റ് ഉണ്ട്. സോ ഒരു വെബിനാർ ഫംഗ്ഷനിലൂടെ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാവിന് ഞാൻ എന്ത് ചെയ്യാണ്? ഒരു വാഷിംഗ് മെഷീൻ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് പറഞ്ഞു തരും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അതിലേക്ക് കുട്ടീനെ കൊണ്ടുപോയി ഇടുക. അതിനുശേഷം അതിലുള്ള എല്ലാ കറകളും അങ്ങ് പോയിക്കോളും. സോ പാരൻസ് മീറ്റിംഗ് നിങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് കടുപ്പിക്കാൻ നിൽക്കണ്ട. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ നിങ്ങളിപ്പോൾ ഒരു മൈജിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വാഷിംഗ് മെഷീൻ വാങ്ങുകയാണെങ്കിൽ ഏറ്റവും നല്ല ബ്രാൻഡ് ഏതാണെന്ന് നിങ്ങൾ ചോദിക്കും. ആദ്യം അത് ചെയ്യാം. ചിലപ്പോൾ ആ ബ്രാൻഡിനേക്കാൾ കൂടുതൽ ഫെസിലിറ്റീസ് ഉള്ള വാഷിംഗ് മെഷീൻ തൊട്ടപ്പുറത്ത് അധികം ആരും കേൾവി ഇല്ലാത്തൊരു പേരിലുണ്ടാകും. ഇപ്പോൾ പ്രത്യേകിച്ച് AC കാര്യത്തിൽ ഇപ്പോൾ AC എല്ലായിടത്തും ഉപയോഗിക്കുന്നത് ഗോദ്റേജിൻ്റെ AC ഉണ്ട്. കാര്യം അത് പൈസ കുറവാണ്. പക്ഷേ ഗോദ്റേജിനേക്കാൾ കംപ്ലൈൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? മറ്റ് ലിംഗ്വിസ്റ്റിക്കൊക്കെ പോലെയുള്ള അല്ലെങ്കിൽ ബ്ലൂ സ്റ്റാറൊക്കെ പോലെയുള്ള ACകൾക്ക് കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട്. പക്ഷേ ഗോദ്റേജിൻ്റെ ഒക്കെ ഒരു ദിവസം വിളിച്ചു കഴിഞ്ഞാൽ 2-3 ദിവസം കൊണ്ട് ആൾ വന്ന് നൈറ്റ് നന്നാക്കി പോകും. പക്ഷേ ഒരു ബ്ലൂ സ്റ്റാറൊക്കെ വിളിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, സർവീസിന് പറ്റിയ ആൾക്കാരെ പെട്ടെന്ന് കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷേ ബ്രാൻഡ് ബ്ലൂ സ്റ്റാറാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക. അതുപോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, MS സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനേക്കാൾ വലിയ ബ്രാൻഡുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, കണ്ടിട്ടുണ്ടാകും, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാകും. പക്ഷേ MS സൊല്യൂഷൻസിന് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ കുട്ടിയെ ക്ലിയർ ചെയ്ത് ക്രിസ്റ്റൽ ക്ലിയർ ആക്കി പഠിപ്പിക്കാനും അതിൻ്റെ ഔട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ട് എക്സാം ഹാളിലേക്ക് എത്തിക്കാനും കഴിയും. അവിടെ നിന്നുള്ള 1.5 മണിക്കൂർ 2.5 മണിക്കൂർ ആരാണ് എക്സാം എഴുതേണ്ടത്? അത് നിങ്ങളുടെ കുട്ടിയാണ്.
ഓക്കെ അല്ലേ? സോ ആ വെൽ സ്ട്രക്ചേർഡ് സിസ്റ്റം എങ്ങനെയാണ് സാർ യൂസ് ചെയ്യേണ്ടത്? ഞാനൊരു കുട്ടിയുടെ രക്ഷിതാവാണ്, എനിക്ക് എൻ്റെ കുട്ടിയെ ഒന്ന് എക്സാമിനേക്ക് വേണ്ടി സഹായിക്കണം. ഇനി ക്രിസ്മസ് പരീക്ഷ വരുമ്പോൾ എൻ്റെ കുട്ടി തളരുന്നത് എനിക്ക് കാണാൻ പറ്റരുത്. അതുകൊണ്ട് ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത്? ആ രക്ഷിതാവ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്ന് രാത്രി 7:30 നടക്കുന്ന വെബിനാർ ഫംഗ്ഷനിൽ MS റിവീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പങ്കെടുത്തോളി, നിങ്ങൾക്കൊരിക്കലും നഷ്ടപ്പെടില്ല. നിങ്ങൾ ഇത്രയും കാലം കേരളത്തിൽ കണ്ടിട്ടില്ലാത്തൊരു വെബിനാർ മീറ്റിംഗ് ആയിരിക്കും നിങ്ങൾ ഇന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. ആ ഗൂഗിൾ ഫോമിൽ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മതി. നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ എന്ത് ചെയ്യും, ലിങ്ക് അയച്ചു തരും. ആ ലിങ്കിൽ നിങ്ങൾ വെബിനാറിൽ 7 മണിയാകുമ്പോൾ കയറി വരിക, ഞാൻ നിങ്ങളെ കാത്തിരിക്കും. ഓക്കെ, സോ SSLC കുട്ടികളോടും രക്ഷിതാക്കളോടും രണ്ടുപേരോടേക്ക് പറയാനുണ്ട്, രക്ഷിതാവ് എല്ലാം കേൾക്കുക. കുട്ടി പഠിച്ചോൻ എൻ്റെ ഉമ്മ ഇനി ഇങ്ങനെയൊക്കെയാണല്ലോ എന്നെ ചെയ്യാൻ പോകുന്നത് എന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ ഇന്ന് രാത്രി 7:30 സെപ്റ്റംബർ 13 ഇന്ന് ശനിയാഴ്ച രാത്രി 7:30 ഫ്രീ ആയിട്ടൊരു വെബിനാർ നടക്കുന്നുണ്ട്. താഴെയുള്ള ഗൂഗിൾ ഫോം ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മതി. ബാക്കിയൊക്കെ ഞാൻ സെറ്റാക്കി തരാം കേട്ടോ. ഓക്കെ, സോ പണി കിട്ടും എന്ന് പറഞ്ഞാൽ പണി കിട്ടും, പക്ഷേ ആ പണി MS നോക്കിക്കോളും. MS ഞാൻ നിങ്ങൾക്കൊരു സാധനം തരും, നിങ്ങൾ അതങ്ങോട്ട് സെറ്റാക്കിയാൽ മതി. രാത്രി 7:30 എൻ്റെ പ്രിയപ്പെട്ട കേരളത്തിലെ മുഴുവൻ രക്ഷിതാക്കളും വിദ്യാർത്ഥികളൊക്കെ വരണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നാം ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. താഴെ ഗൂഗിൾ ഫോമിൽ രജിസ്റ്റർ ചെയ്യാൻ മറക്കല്ലേ. ബൈ.